ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ജോഷുവയുടെ പുസ്തകം 20-ാം അധ്യായം. വളരെ ചെറിയ ഒരു അധ്യായമാണിത്. ഈ അധ്യായത്തിലെ വിഷയം സങ്കേത സ്ഥലം പണിയുന്നതിനെ കുറിച്ചാണ്. മോശയുടെ കാലത്ത് യഹോവയായ ദൈവം ഇത് മോശയോട് ആവശ്യപ്പെട്ടിരുന്നു. സങ്കേത സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കനാനിൽ ചെന്നെത്തിക്കഴിയുമ്പോൾ അവിടെ സങ്കേത സ്ഥലങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടാവണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും അറിയാതെ കൊലപാതകം ചെയ്താൽ അവനോട് രക്ഷപ്പെടാനുള്ളതായ ഒരു സ്ഥലമാണത്. ഇത് മോശയുടെ കാലത്ത് ആവശ്യപ്പെട്ടു. ഇപ്പോൾ യോശുവയോട് ആ നഗരങ്ങൾ പണിയുവാൻ യഹോവയായ ദൈവം ഇവിടെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ യോർദാന് ഇത് കിഴക്കും വടക്ക് പടിഞ്ഞാറുമുള്ള, അല്ലെങ്കിൽ ഇവരിപ്പോൾ വന്നതായ കനാനിലും 2 സ്ഥലങ്ങളിലും അതിനുള്ളതായ സങ്കേത സ്ഥലങ്ങൾ 6 സ്ഥലങ്ങൾ അവിടെ പണിയുകയാണ്. അത് യാദർച്ഛികമായി ആരെങ്കിലും കൊലപാതകം ചെയ്താൽ അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലമായിട്ടാണത്. ഉൽപ്പത്തി 9:6 മുതൽ നമ്മൾ കാണുന്നു, രക്തപ്രതികാരം എന്നുള്ളത് ആദിമകാലത്ത് തന്നെ ആരംഭിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയുന്നു, മനുഷ്യരക്തം ഇത് ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. ഇത് കൊലപാതകികൾ എന്ന് സംശയിക്കുന്നവരെ പോലും അക്കാലത്ത് കൊന്നിരുന്നതായ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സങ്കേതസ്ഥലം പണിയുവാൻ മോശ ആവശ്യപ്പെട്ടത്. പുറപ്പാട് 21:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രക്ഷപ്പെടുന്ന ചില വ്യവസ്ഥകളുണ്ടായി. അത് അതനുസരിച്ച് ഒരുവൻ കൊലപാതകം ചെയ്താൽ, യാദർച്ഛികമായി കൊലപാതകം ചെയ്യേണ്ടി വന്നാൽ അവൻ ഓടി യാഗപീഠത്തിൻ്റെ അടുത്ത് ചെല്ലാം. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചാൽ പിന്നെ അവനെ ആരും കൊല്ലാൻ പാടില്ല. എന്നാൽ മനഃപൂർവ്വമാണ് കൊലപാതകം ചെയ്യുന്നതെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം. ഇത് യാദർച്ഛിക, കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ ആൾ മരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, അങ്ങനെ യാദർച്ഛികമായി സംഭവിക്കുന്ന കൊലപാതകത്തിനാണ് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗം ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് അവരേത് നഗരത്തിൽ ചെയ്താൽ ആ നഗരത്തിലെ മൂപ്പന്മാരെ കാണണം, അവരവന് അഭയം കൊടുക്കണം. എന്നാൽ അതിന് ശേഷം അവൻ ആ സമൂഹത്തിൻ്റെ മുൻപാകെ ന്യായം വിസ്തരിക്കപ്പെടും. ന്യായം വിസ്തരിക്കപ്പെട്ട് തെളിവ് സഹിതം അവൻ ഇത് മനഃപൂർവ്വം ചെയ്ത കൊലപാതകമാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. ഇല്ല എങ്കിൽ അവൻ അഭയം കൊടുക്കും. ആ നഗരത്തിലെ പുരോഹിതൻ മരിക്കുന്നിടം വരെയും അവനവിടെ അഭയമുണ്ട്. പുരോഹിതൻ മരിച്ചാൽ പിന്നെ അവനെ സ്വതന്ത്രമായിട്ട് പോകാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ഈ കൊലപാതകവുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ ഇത് മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നുവെന്നാണ്. കർത്താവോടെ പറയുന്നു, കൊല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളിച്ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ കൊലപാതകവും പുതിയ നിയമത്തിലെ കോപവും ഏതാണ്ട് ഒരുപോലെ തന്നെ. അങ്ങനെ പറയാൻ കാരണം, നമ്മളിപ്പോൾ ഒരാളോട് കോപിച്ചു, ആളെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടായി, കൊല്ലാതെ മാറുന്നത് സ്നേഹം വന്നുകൊണ്ടല്ല. ആളെ പേടിച്ചു, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ പേടിച്ചു, നിയമത്തെ പേടിക്കുന്നു, സമൂഹത്തെ പേടിക്കുന്നു, ഒന്നുമല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഭയം കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അതിൽ മനസ്സുകൊണ്ട് ആ ആളിനെ നമ്മൾ കൊല്ലുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കൊലപാതകം ആ ആക്ട് പ്രവൃത്തി ചെയ്യുന്നവന് മാത്രമാണ് ശിക്ഷയെങ്കിൽ, പുതിയ നിയമത്തിൽ അത് കൊല്ലാൻ മനസ്സിൽ നിരൂപിച്ചാൽ മതി, കൊന്നതിന് തുല്യമാണ്. മത്തായി 5:27 യേശു പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടത് നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു. പഴയ നിയമത്തിൽ ആക്ട് നടക്കണം, പുതിയ നിയമത്തിൽ വേണ്ട. മനസ്സിൽ നിരൂപിച്ചാലും ആക്ട് ചെയ്തതിന് തുല്യമാണ്.
അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെയും അങ്ങനെ ചിന്തിക്കുമ്പോൾ കൊലപാതകം ചെയ്തിട്ടുള്ളവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. അത് മനഃപൂർവ്വമാകണമെന്നില്ല, യാദൃച്ഛികമായിട്ടും അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് പുരോഹിതൻ. അതാണ് കുമ്പസാരം എന്ന് പറയുന്നത്. പുരോഹിതൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ആ പാപങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറയുമ്പോൾ അത് ദൈവത്താൽ ക്ഷമിക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. നോമ്പിലെ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, ദുർമോഹം, ദുശ്ചിന്തകളൊക്കെ മനസ്സിലുള്ളപ്പോൾ അതൊക്കെ കുമ്പസാരത്തിലൂടെ നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്കൊരു അഭയകേന്ദ്രം ലഭിക്കുന്നതിന് തുല്യമാണ്. പാപമോചനം അവിടെ ലഭിക്കുകയാണ്. അതിന് നോമ്പിൻ്റെ ദിവസങ്ങൾ അതിനുവേണ്ടി നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കണം. മനഃപൂർവ്വമല്ലാതെ യാദൃച്ഛികമായി നമ്മിലും ഇങ്ങനെയുള്ളതായ പാപങ്ങൾ ഉണ്ടാകാനുള്ള സകല സാധ്യതയുമുണ്ട്. കാരണം ഒരു പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നിൽക്കുന്ന ഭൂമിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷെ ജഡം ബലഹീനമാണ്. ആ രീതിയിൽ നമ്മളുണ്ടാകുന്നതായ ആ കുറവുകളെ ദൈവസ്ഥലത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്ന ദിവസങ്ങളായി ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ മാറണം. വേദപുസ്തക വായനകളും ചിന്തകളും അതിന് നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.